ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തുള്ള ദിനേശ്. മലയാളിയുടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. മലയാളി നന്നായിട്ട് സിനിമ കാണും, ആസ്വദിക്കും, സിനിമാക്കാരെ ആരാധിക്കും. ഒരു ചെറിയ ക്ലബിൻ്റെ ഉദ്ഘാടനത്തിന് പോലും മമ്മൂട്ടിയെ കിട്ടുമോ എന്ന് അന്വേഷിക്കും. ഒരു തുണിക്കട ഉദ്ഘാടനം ചെയ്യാൻ ഒരു നടി തുണിയും മണിയൊന്നും ഇല്ലാതെ വരികയാണെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 6 മണിക്ക് 7 മണിക്കൊക്കെ ചെന്ന് റോഡിൽ നിന്ന് മുട്ടം വെയിലത്ത് ഉച്ചയ്ക്ക് 12 മണി വരെ നിൽക്കും അവളെ കാണാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് 12 മണിക്ക് വെയിലും കൊണ്ട് അവൾ ഡ്രസ്സ് ഇടാത്തതിനെ കുറിച്ച് 4 കമൻറ്റുമൊക്കെ പറഞ്ഞങ്ങ് പോകും. ഒരു ബന്ധു മരിച്ചതറിഞ്ഞ് ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ വന്നാൽ കൂടെ വന്നൊരു സെൽഫി എടുത്തിട്ടെന്ന് ചോദിക്കും. ഒരു കോമൺ സെൻസ് ഇല്ലാതെ ചോദിക്കാമോ അങ്ങനെ? അതൊരിക്കൽ മാള അരവിന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു മരിച്ചവൻ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പറയണമെന്നൊരു കോമഡി പറയാം മാളയോട്ട്. മാളച്ചേട്ടൻ ചോദിച്ചു, അല്ല ഇതുപോലെ ജോസ് പ്രാശ് വരെയാണെങ്കിൽ നീ ചോദിക്കുമോ ഒരു ബലാത്സംഗം ചെയ്ത് കാണിക്കാൻ എന്ന് ചോദിക്കേണ്ടി വന്നു. സിനിമാക്കാരോട് അത്രയ്ക്ക് ഇഷ്ടമാണ് ആളുകൾക്ക്, അതുകൊണ്ടാണ്. എന്നാൽ ചില പ്രാന്തന്മാർ അല്ലെങ്കിൽ കണ്ണിച്ചോരയില്ലാത്തവന്മാർ എന്താ പറയുക, ചില വൃത്തികെട്ട പണികൾ കാണിക്കും ചില നേരത്ത്. മോഹൻലാൽ സിനിമയിലെത്തി ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഈ അടുത്ത കാലം വരെയും മോഹൻലാൽ എത്രയോ പ്രാവശ്യം മരിച്ചു. എന്തൊക്കെയോ അസുഖങ്ങൾ ബാധിച്ച് എവിടെയൊക്കെയോ വെച്ച് മരിച്ചു. ഒരു 10-15 പ്രാവശ്യമെങ്കിലും മോഹൻലാൽ മരിച്ചു. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ആദ്യകാലത്ത് മോഹൻലാലിൻ്റെ വീട്ടിൽ തന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു. ഞാൻ മോഹൻലാലിൻ്റെ ഫിലിം നൈറ്റ് ഇറക്കിയ സ്പെഷ്യൽ ചെയ്യാനായിട്ട് പോയപ്പോൾ മോഹൻലാലിൻ്റെ അമ്മ എന്നോട് വിഷമിച്ച് പറഞ്ഞതാണ്, എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്ന് ചോദിച്ചു. നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? ഇപ്പോഴും 2 വർഷം കൂടുമ്പോഴെങ്കിലും മോഹൻലാലിനെ കൊന്നില്ലെങ്കിൽ ഈ പറയുന്ന മാനസിക രോഗികൾക്ക് ഒരു ഉറക്കം വരില്ല. അതുതന്നെയാണ് നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ്റെ കാര്യം. അദ്ദേഹം പാടി അനശ്വരമാക്കിയ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നിട്ട് യേശുദാസ് മരിച്ചു എന്ന പോസ്റ്റ് ഇടും. എന്താ ഇവർ സൈബറിന് എന്തുകൊണ്ടാണ് പിടിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മരണം ആരുടെയും കുത്തകയല്ല എന്ന് ഇവരൊരിക്കലും ആലോചിക്കുന്നില്ല. ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല. പക്ഷേ സുഖമായി ജീവിച്ചിരിക്കുന്നവർ മരിച്ച കഥയുണ്ടാക്കുന്നവരുടെ മാനസിക നില എന്തായിരിക്കാമെന്ന് നിങ്ങൾ തന്നെ ഈ പ്രോഗ്രാം കാണുന്നവർ തന്നെ ആലോചിച്ച് നോക്കൂ. ഇതിലിപ്പോൾ ഏറ്റവും പുതിയ മരണം നമ്മുടെ അല്ലെങ്കിൽ ഇര എന്ന് പറയാവുന്നത് നമ്മുടെ പിന്നണി ഗായകൻ, ആർക്ക് ശല്യമില്ലാതെ ജീവിക്കുന്ന ജി വേണുഗോപാലനാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ 2 തവണയായിട്ട് മരിച്ചു. ഈ വർഷം തന്നെ 2 തവണ മരിച്ചു. കാശ്മീരിൽ ട്രക്കിങ്ങും മഞ്ഞുമല കയറ്റവും ഒക്കെ ആയിട്ട് വേണുഗോപാലും ഭാര്യയും ടൂറിലാണ്, കാശ്മീരിലാണ്. സോൻമാർഗ്, ഗുൽമാർഗ്, ചെഹൽഗാം മുതലായ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി ഇപ്പോൾ ശ്രീനഗറിലെത്തി റേഞ്ച് കിട്ടിയപ്പോഴാണ് അറിയുന്നത് വേണുഗോപാൽ മരിച്ചത്. വേണു പഠിച്ച തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലെ സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പുണ്ട്, വേണുഗോപാൽ അടക്കമുള്ളവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഒന്നിച്ച് പഠിച്ചവരുടെ. ഇങ്ങനെ നീ ഇടയ്ക്കിടയ്ക്ക് ചത്താൽ ഞങ്ങൾ എന്തോന്ന് ചെയ്യുമടേ എന്ന തലക്കെട്ടിൽ ആ ഗ്രൂപ്പിൽ നിന്ന് അയച്ച മെസ്സേജ് കണ്ടപ്പോഴാണ് താൻ വീണ്ടും മരിച്ച വിവരം, 2 മാസം മുമ്പ് മരിച്ചിട്ട് ഇപ്പോൾ വീണ്ടും മരിച്ചു എന്നുള്ള വിവരം വേണു അറിയുന്നത്. ഇനി ഉടനെയൊന്നും ഞാൻ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു പത്രസമ്മേളനം നടത്തണോ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ എന്നാണ് വേണു മറുപടി ഇട്ടത്. വിദേശത്ത് നിന്നും 4 പേർ എന്നെ ഇക്കാര്യത്തിനായി ബന്ധപ്പെട്ടു. 4 പേര് വിളിക്കുകയാണ്. നമ്മളിവിടെ പകലായിരിക്കുമ്പോൾ അവിടെ രാത്രി ആയിരിക്കുമല്ലോ. അപ്പോൾ രാത്രി എന്താ പറയുക, നമ്മുടെ രാത്രി സമയത്ത് അവിടുന്ന് പകലായിരുന്നപ്പോൾ വിളിക്കുകയാണ്, ചേട്ടാ വേണുചേട്ടന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചിട്ട് 4 പേര് വിളിച്ചു. എന്ത് മറുപടി പറയാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ക്രൂരമാണ് ഈ വിളയാട്ടം എന്നേ പറയാനുള്ളൂ. ഈ ക്രൂരമായ പ്രവൃത്തി കൊണ്ട് ആർക്ക് എന്ത് ഗുണം എന്ന് ഇനിയെങ്കിലും ചിന്തിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഇത് വളരെ മാനസിക രോഗമുള്ള വളരെ കുറച്ച് പേരാണ് ഇത് ചെയ്യുന്നത്, അല്ല എല്ലാവരും ഈ പണി ചെയ്യുന്നവരല്ലല്ലോ. വേണു തന്നെ നിങ്ങളോട് സംസാരിക്കും, കേട്ടു നോക്കൂ. ഹലോ ഓൾ, അതെ ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ ഇവിടെ കാശ്മീരിലാണ്. ഞാനും ഭാര്യയും ഒരു 10 days നീണ്ട യാത്ര. അതില് കുറെ മല കയറി, കുറെ ട്രെക്ക് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ശ്രീനഗർ എത്തിയപ്പോഴാണ് ഈ വർഷം 2ാമത് വീണ്ടും ഞാൻ മരിച്ചിരിക്കുന്നു എന്ന വാർത്ത എന്നെ തേടിയെത്തുന്നത്. എന്തായാലും ഞാൻ
ഉടനെ മരിക്കാൻ തീരുമാനിച്ചിട്ടില്ല മക്കളെ. താങ്ക് യു. നമസ്കാരം. തളത്തിൽ ദിനേശിൻ്റെ കഥ പറഞ്ഞ് വലിയ വിജയം ആയതിനു ശേഷമാണ് സത്യനന്ദിക്കാടിൻ്റെ തലേണ മന്ത്രം എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതാനും അതിലെ നായകനായിട്ട് അഭിനയിക്കാനുമായിട്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനും നടനുമായ മനുഷ്യസ്നേഹിയായ ശ്രീനിവാസൻ തലസ്ഥാനത്ത് എത്തി ഹൈലാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ റൂമെടുത്തത് 1990-ലാണ്, 35 വർഷം മുമ്പ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ആലോചിച്ചാൽ ആ രംഗങ്ങൾ മണിയായിട്ട് തെളിഞ്ഞു വരും. അന്ന് ഹൈലാൻഡ് സിനിമാക്കാരുടെ, ഇപ്പം മാലിക്കാരുടെ കേന്ദ്രമാണ്. പണ്ട് സിനിമാക്കാരുടെ സ്ഥിരം താവളമായിരുന്നു. KR ഷൺമുഖം വർക്ക് ചെയ്യുന്ന അർത്ഥമടക്കം തലേണ മന്ത്രമടക്കം ഏത് പടം നടന്നാലും ഹൈലാൻഡിലാണ് സിനിമാക്കാർ താമസിക്കാറ്. ജയറാമിൻ്റെയും പാർവതിയുടെയും പ്രേമം പുഷ്പിതമായ കാലത്താണ് തലേണ മന്ത്രത്തിൽ അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്നത്. ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന സുകുമാരൻ്റെ അനുജൻ മോഹൻ എന്നുള്ള കഥാപാത്രമായിരുന്നു ജയറാം ചെയ്തത്. സുകുമാരൻ്റെ ഭാര്യ കാഞ്ചനയായിട്ട് ആ സിനിമയിൽ മനോഹരമായ പ്രകടനം നടത്തിയത് ഉർവശിയായിരുന്നു. അക്കാലത്ത് കേരളകൗമുദിയുടെ വീക്കെൻഡ് എഡിറ്റർ, പിന്നീട് എഴുന്നള്ളതടക്കം കുറേ സിനിമകൾ, ഫ്ലാഷ് അടക്കം കുറച്ച് സിനിമകൾക്ക്, ഉത്സവമേളം അടക്കം കുറേ സിനിമകൾക്ക് തിരക്കഥാകൃത്തായി മാറിയ S. വാസുരേന്ദ്രനായിരുന്നു കേരളകൗമുദിയുടെ വീക്കെൻഡ് എഡിറ്റർ. എന്നോട് എന്തുകൊണ്ടോ ഒരു അനുജനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളായിരുന്നു ഫാസിലേട്ടൻ. ഞാനാണെങ്കിൽ സംവിധാന സഹായിയും പത്രപ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാലമായിരുന്നു. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, മറ്റ് സംവിധാന സഹായികളോട് കളിക്കുന്ന പോലെ സിനിമയിലെ ഒരുത്തനും എന്നോട് പെരുമാറിയിട്ടില്ല. ചെറിയൊരു പേടി എവിടെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം പത്രവും കൂടെ കയ്യിലുള്ളതുകൊണ്ട്, പേന കയ്യിലുള്ളതുകൊണ്ട് എന്ന് പറയാം. കേരളകൗമുദി വീക്കെൻഡിനായി മമ്മൂട്ടിയും മോഹൻലാലും മുതലായവരുടെ ഒരു പേജ് വലിപ്പത്തിൽ, കേരളകൗമുദിയുടെ ഒരു പേജ് ഫുള്ളായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് ഞാൻ ഷൈൻ ചെയ്ത് നിൽക്കുന്ന കാലമായിരുന്നു. ശ്രീനിവാസനെ നല്ലൊരു അഭിമുഖം നടത്താൻ വാസുരേട്ടൻ പറഞ്ഞു. ഞാൻ ശ്രീനിവാസനെ വിളിച്ചു. തലസ്ഥാനത്ത് അന്ന് കേരളകൗമുദിയാണ് സർക്കുലേഷനിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ വാസുരേട്ടൻ ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂ എടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, അയാൾ പിടിതരാൻ സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞിരുന്നു. കൗശലക്കാരനായതുകൊണ്ട് എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് ദിനേശനെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്, എങ്ങനെയെങ്കിലും എടുത്താൽ നന്നാവും. ഹൈലാൻഡ് ഹോട്ടലിൽ വിളിച്ച് കേരളകൗമുദിയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവർ ശ്രീനിവാസൻ്റെ മുറിയിലേക്ക് ഫോൺ കണക്ട് ചെയ്തു. ഞാൻ കേരളകൗമുദിക്ക് വേണ്ടി വിളിക്കുകയാണ്, എൻ്റെ പേര് ദിനേശ് എന്നാണ്. ഒരു പരിചയമില്ലാത്ത എന്നോട് അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ്, തളത്തിൽ ദിനേശനാണോ? ഞാൻ അറിയാതെ ചിരിച്ചുപോയി. അല്ല, ഞാൻ ശാന്തിയുള്ള ദിനേശാണ്. മറുവശത്തൊരു വലിയ പൊട്ടിച്ചിരി, നിഷ്കളങ്കമായ ശ്രീനിച്ചേട്ടൻ്റെ ഒരു ചിരിയുണ്ട്. കേരളകൗമുദിക്കായി കുറച്ച് സമയം സംസാരിക്കാൻ പറ്റുമോ എന്നായി ഞാൻ. സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നാണ് തിരിച്ചു ചോദിച്ചത്. സംസാരിക്കാതെ തന്നെ ഞാൻ എഴുതും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പുള്ളിക്ക് അതിശയമായി തോന്നുന്നു. അത് സാധിക്കുമോ? പിന്നെ സാധിക്കാത്ത എന്ത്? താങ്കൾ ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ ഒരു വെള്ളരി നാടകം എഴുതിയല്ലോ. ആ നാടകം സഖാവ് പാട്യം ഗോപാലിന് വായിക്കാൻ കൊടുത്തത് എനിക്കറിയാം. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാനിരുന്നവരോട് താങ്കൾ പറഞ്ഞ ഉത്തരങ്ങൾ എനിക്കറിയാം. മമ്മൂട്ടിക്ക് വേണ്ടി ആദ്യകാലത്തെ സിനിമയിൽ ഡബ് ചെയ്തത് എനിക്കറിയാം. മമ്മൂട്ടി താരമായപ്പോൾ അദ്ദേഹത്തോട് 2000 രൂപ കടം വാങ്ങി താലി വാങ്ങി വിമല ടീച്ചറെ താലി കിട്ടിയ കഥ എനിക്കറിയാം. രാമു കാര്യട്ടിൻ്റെയും PA ബക്കറിൻ്റെയും ഒക്കെ കൂടെ നടന്നിട്ട് അവസാനം അവരെ തള്ളി പറഞ്ഞിട്ട് കമേർഷ്യൽ സിനിമയുടെ, കച്ചവട സിനിമയുടെ ഭാഗമായി താങ്കൾ മാറിയതും എനിക്കറിയാം. ഇതെല്ലാം വെച്ച് ഒരു കാച്ച് കാച്ചാൻ, കൗമുദിയുടെ അരപ്പേജിലേക്കുള്ളൊരു കാച്ച് കാച്ചാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ ഡയലോഗിൽ ശ്രീനിച്ചേട്ടൻ വീണു. നമുക്കൊരു അരപ്പേജ് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. ഈ പറഞ്ഞ ഇത്രയും വിഷയങ്ങൾ വെച്ച് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ പറയുമെന്ന് ശ്രീനിച്ചേട്ടൻ വിചാരിച്ചില്ല. അപ്പോൾ വളരെ ഗൗരവത്തിൽ തിരിച്ച് മറുപടി പറഞ്ഞു. സത്യൻ്റെ പടത്തിൽ
ഞാനാണ് നായകൻ. ജോലിയൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുകയല്ല, തിരക്കഥ എഴുതുകയാണ്. ഇതും കൊണ്ട് ചെന്നാലേ അഭിനയിക്കാൻ പറ്റൂ. സിനിമ തുടങ്ങും മുമ്പ് എഴുതിയിട്ട് സ്വസ്ഥമായി അഭിനയിച്ചാൽ പോരായിരുന്നോ എന്നായി ഞാൻ എന്ന് അന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയാണ്. സിനിമ തുടങ്ങും മുമ്പേ സ്ക്രിപ്റ്റൊക്കെ എഴുതി തീർത്തിട്ട് അഭിനയിക്കാൻ സ്വസ്ഥമായിട്ട് പോയാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. തിരക്ക് കൂട്ടി എഴുതുന്നതാണ് തിരക്കഥ. ഷിനിച്ചേട്ടൻ പറഞ്ഞ ഡയലോഗാണ്. സിനിമ അങ്ങനെയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുത്ത് എഴുതി ഓഫീസിൽ കൊടുത്താൽ നിങ്ങളുടെ പണി തീർന്നു. സിനിമാക്കാരുടെ അത് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഉറക്കം പോലുമില്ല ദിനേശ്. പ്രത്യേകിച്ച് നിർമ്മാതാവിനും സംവിധായകനും തിരക്കഥാകൃത്തിനുമൊക്കെ ഉറക്കം വളരെ കുറവാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഗ്ലാമറുള്ള മേഖല, സുഖലോലുപർ എന്നെല്ലാം നിങ്ങൾക്ക് തോന്നാം. ഒരു 6-7 മണിക്കൂർ എല്ലാം മറന്ന് ഉറങ്ങിയിട്ട് കാലം എത്രയെന്നറിയാമോ ശരിച്ചേട്ടൻ. എന്തായാലും പടം തുടങ്ങിയല്ലേ ഉള്ളൂ. തിരക്കഥ എഴുത്തൊക്കെ കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം. ഒരു 2 ആഴ്ച കഴിയട്ടെ. എന്തു പറയുന്നു? ഞാൻ പറഞ്ഞു അത് മതി, ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് വിളിക്കാം. തളത്തിൽ ദിനേശനല്ല, ശാന്തിയുള്ള ദിനേശാണ്, മറക്കരുത് എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരൊറ്റ പൊട്ടിച്ചിരിയോടെയാണ് ആ ഫോണിലെ വർത്തമാനം അവസാനിപ്പിച്ചത്. ഫോണിലൂടെയാണ് സംസാരിച്ചത്. പക്ഷേ ആദ്യമായി വർത്തമാനം പറയുന്ന ഒരു അപരിചിതനായോ സിനിമാ പൊങ്ങച്ചക്കാരനായോ എനിക്ക് തോന്നിയതേയില്ല ഷിനിച്ചേട്ടനെ. ബഹുമാനം തോന്നുന്ന വ്യക്തിത്വമായിരുന്നു. ആ ഫോൺ വിളിയിൽ തന്നെ ഞാനെന്തോ ഷിനിച്ചേട്ടനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കാൻ തുടങ്ങി. 10 ദിവസം കഴിഞ്ഞപ്പോൾ, അതേ 2 ആഴ്ചയാണ് പറഞ്ഞത്, പക്ഷേ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു. എഴുത്തിൻ്റെ സംഘർഷത്തിൽ തന്നെ ഞാൻ ഇരിക്കുകയാണ്. എന്നാലും വന്നോളൂ, എൻ്റെ തിരക്ക് കഴിഞ്ഞ് നിങ്ങളുടെ കാര്യം നടക്കില്ല. നമുക്കിന്ന് വൈകുന്നേരം 3 മണി കഴിഞ്ഞ് കാണാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ ഹൈലാൻഡിൽ ചെന്നു. ഹൃദ്യമായ സ്വീകരണം. എനിക്ക് തോന്നുന്നു സത്യേട്ടനും ശ്രീനിവാസനും ഒരു മുറിയിലാണ് താമസം എന്ന് തോന്നുന്നു, ഒരു സ്യൂട്ട് റൂമിൽ. അതിന് ആദ്യം ഒരു റിസപ്ഷൻ പോലെ ഒരു റൂമുണ്ട്, അത് കഴിഞ്ഞാണ് അകത്താണ് ബെഡ്റൂമൊക്കെ. സ്യൂട്ട് റൂമാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരു റൂമിലാണ്. ആദ്യം എന്നെ പറ്റി വിശദമായി അദ്ദേഹം തിരക്കി, വളരെ കൗശലപൂർവ്വം തിരക്കി. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് കേരളമതിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യാൻ നടക്കുന്ന ആൾ മാത്രമല്ല, ജേസി സാറിൻ്റെയും ഹരികുമാർ സാറിൻ്റെയും ഒക്കെ സഹസംവിധായകൻ കൂടിയാണ് ഞാനെന്ന് അപ്പോഴാണ് പുള്ളി അറിയുന്നത്. ഉടനെ ഷിനിച്ചേട്ടൻ നമ്മൾ ആദ്യമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾ സിനിമാക്കാർ ആനയാണ്, ചേനയാണ്, പുലിയാണ് എന്നൊക്കെ കുറേ ഡയലോഗ് പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ അങ്ങ് മാച്ചേക്കണേ. കാരണം ഞാൻ സിനിമാക്കാരനല്ലേ, അപ്പം ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്, അതുകൊണ്ട് അതങ്ങ് മാച്ചേക്കണേ എന്നാണ് പുള്ളി പറഞ്ഞത്. വെറും പുപ്പുലിയാണ് സിനിമാക്കാരെന്ന് അറിയാവുന്ന ആളോടല്ലേ വാചകം അടിച്ചതെന്ന് അദ്ദേഹം വിചാരിച്ചു. സിനിമയിൽ ഉള്ളയാൾ പത്രക്കാരനായി വേഷം മാറി വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്നാണ് ഷിനിച്ചേട്ടൻ പറഞ്ഞത്. പിന്നെയും ഈ പറഞ്ഞ പോലെ തന്നെ സമൃദ്ധമായ ഒരു പൊട്ടിച്ചിരി. ചക്കച്ചാമ്പറമ്പിൽ ജോയി ചിരിച്ച പോലൊരു ചിരി. ഫ്രണ്ട്സിൽ ചക്കച്ചാമ്പറമ്പിൽ ജോയി ചിരിച്ചത് നിങ്ങൾക്കറിയാമല്ലോ, അതുപോലെ ഒരു ചിരി അങ്ങ് ചിരിച്ചു ഷിനിച്ചേട്ടൻ. ഞങ്ങൾ പതുക്കെ അഭിമുഖത്തിലേക്ക് കടന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയത് ചോദ്യാവലിയൊന്നും കൊണ്ടുചെന്നിട്ടില്ല. അദ്ദേഹം പറയുന്നത് കുറിക്കാൻ പേനയോ പേഡോ ഒന്നുമില്ല, ടേപ്പ് റെക്കോർഡറില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ചുമ്മാ സംസാരിക്കാം, ഞാൻ അതിൽ നിന്ന് അഭിമുഖം ഉണ്ടായിക്കൊള്ളാമെന്ന് പറഞ്ഞു. അത് ഷിനിച്ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിയുന്നത്ര വ്യത്യസ്തമായ ചോദ്യങ്ങൾ, രസകരമായ ഉത്തരങ്ങൾ. അങ്ങനെ ചോദ്യവും ഉത്തരവും പുരോഗമിക്കുമ്പോൾ ആരോ വാതിലിൽ നോക്കിയിരുന്നു, മുട്ടുന്നു. ഞാൻ എണീറ്റ് തുറക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ തടഞ്ഞിട്ട് ഷിനിച്ചേട്ടൻ തന്നെ ചെന്ന് വാതിൽ തുറന്നു. വന്നയാളകത്തേക്ക് കയറി. AP സത്യൻ. AP സത്യനെ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. ഒരു പടം സംവിധാനം ചെയ്തു, മെയ് ദിനം. നടി ഷീലയടക്കം നിരവധി സംവിധായകരോടൊപ്പം സഹസംവിധാനമായി പ്രവർത്തിച്ച ആളാണ് AP സത്യൻ. തിരുവനന്തപുരത്തുകാരനാണ്. വെള്ളറുടെ ഭാഗത്തെവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. സായി കുമാറിനെ നായകനാക്കി മെയ് ദിനം എന്ന മാത്യു മറ്റത്തിൻ്റെ അക്കാലത്തെ പ്രശസ്തമായ നോവൽ സിനിമയാക്കിയ AP സത്യൻ. സത്യൻ്റെ അനുജൻ ഒരു AP ജോൺസൺ ഉണ്ട്, ജോസഫ്, എഡിറ്ററാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സമൃദ്ധമായ ചിരിയോടെ നടക്കുന്ന
സത്യം ചിരിക്കുകയൊന്നുമില്ല. പക്ഷേ ജോസഫ് നല്ല ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ്. സത്യൻ ഒരിക്കലും എന്നെ ഷീനിച്ചേട്ടൻ്റെ മുറിയിൽ പ്രതീക്ഷിച്ചതേയില്ല. അതെനിക്ക് സത്യൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി. എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ സത്യൻ ആകെ വെള്ളറി. കാരണം എന്തോ സ്വകാര്യമായി വന്നതാണ്, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടാവുമെന്ന് സത്യം പ്രതീക്ഷിച്ചില്ല. ഷീനിച്ചേട്ടൻ ചോദിച്ചു, ദിനേശ് സത്യനെ അറിയാമോ എന്ന് ചോദിച്ചു. പിന്നെന്ത്, എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു. ആണോ, നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞ് ഷീനിച്ചേട്ടൻ അകത്ത മുറിയിലേക്ക് പോയി. സത്യൻ എന്തൊക്കെയോ എന്നോട് ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് പോയാൽ മതിയെന്നായി സത്യൻ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ സത്യം കയറില്ലായിരുന്നു, അതാണ് പ്രശ്നം. അകത്തുനിന്ന് ഷീനിച്ചേട്ടൻ ഇറങ്ങി വന്നു. കയ്യിൽ ചുരുട്ടിയ ഒരു റോൾ നോട്ടുണ്ട്, എനിക്ക് കാണാമത്. ഒരു കെട്ടിനിങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുക പുള്ളി. 50ൻ്റെ നോട്ടാണെന്ന് തോന്നുന്നു ഒരു കെട്ട്. അപ്പോൾ 5000. ഞാൻ കാണാതിരിക്കാൻ സത്യനെ വാതിലോട്ട് മുന്നിലെ വാതിലിലേക്ക് തള്ളി ഷീനിച്ചേട്ടൻ നടന്നു. പോകും വഴി സത്യൻ, ദിനേശ കാണാമേ എന്ന് പറയാൻ സത്യം മറന്നില്ല. എ പി സത്യം ഇരുവരെയും ഞാനിരിക്കുന്ന സെറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ ചുവരിൽ വലിയ നിലക്കണ്ണാടിയോ അങ്ങറ്റിങ്ങറ്റുള്ള, എനിക്ക് ആ കണ്ണാടിയിലൂടെ രണ്ടുപേരെയും കാണാം. അപ്പം ഞാനത് നോക്കിയിരിക്കുകയാണ്. അത് ഷീനിച്ചേട്ടൻ ഒരു നിമിഷം ആലോചിച്ചില്ലാന്ന് തോന്നുന്നു. ഷീനിച്ചേട്ടൻ കയ്യിൽ ചുരുട്ടി പിടിച്ച നോട്ട് ചുരുൾ സത്യൻ്റെ കൈ വെച്ച് കൊടുത്തു. അധികം വൈകാതെ തിരിച്ചു തരാമെന്ന് ശബ്ദം താഴ്ത്തി സത്യം പറയുന്നു. അപ്പോൾ ഷീനിച്ചേട്ടൻ പറയാണ്, അതൊക്കെ പിന്നെ ആലോചിക്കാം, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു. കഥ കടയ്ക്കും മുമ്പ് എ പി സത്യൻ വീണ്ടും ദിനേശ കാണാമേ എന്ന് വീണ്ടും പറഞ്ഞിട്ട് സത്യം പോയി. പിന്നെ എ പി സത്യനെ എനിക്ക് കാണേണ്ടി വന്നില്ല. കാരണം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അകാലത്തിൽ എ പി സത്യം മരിച്ചു. എഡിറ്റർ ജോസഫിനെയും പിന്നെ കുറേ കാലം ചിത്രാഞ്ജലി കണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും വർഷങ്ങളായിട്ട് ജോസഫിനെയും കാണാറില്ല. മടങ്ങി വന്നിരുന്ന ഷീനിച്ചേട്ടൻ്റെ മുഖം നല്ല സംഘർഷഭരിതമായിരുന്നു. ഞാനത് ശ്രദ്ധിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദ്രാസിൽ ഒരു പട്ടിണിക്കാലം ഉണ്ടായിരുന്നു, എനിക്കും ഈ പോയ സത്യനും അടക്കം. വില കുറഞ്ഞൊരു മദ്യം ലോക്കലായി രഹസ്യമായി കിട്ടുമായിരുന്നു. ചപ്പി എന്നാണ് അതിൻ്റെ പേര്. ഷീനിച്ചേട്ടൻ എന്നോട് പറഞ്ഞത് ചപ്പി എന്നാണ്. വില കുറഞ്ഞ മദ്യമാണ്. എങ്ങനെയും അത് സംഘടിപ്പിക്കും, കൂടിയിരുന്ന് കഴിക്കും. രാത്രി കഴിക്കാൻ മിക്കവാറും ഒന്നും കാണില്ല, ചുരുണ്ട് കിടന്നുറങ്ങും. അക്കാലത്ത് എന്നേക്കാൾ സമ്പന്നനായിരുന്നു സത്യൻ. സംവിധാന സഹായി ആയിരുന്നതിനാൽ വല്ലതുമൊക്കെ വല്ലപ്പോഴൊക്കെ തടയും സത്യന്. നമ്മുടെ തമിഴ്നാട് ആന്ധ്ര ബോർഡറിൽ നിന്ന് പോളിത്തീൻ കവറിൽ അടച്ച ചാരായം മദ്രാസിൽ നിരോധിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പോളിത്തീൻ കവറിൽ ചാരായം പാക്ക് ചെയ്ത് ഒരു കാലത്ത് രഹസ്യമായി മദ്രാസിലെത്തിക്കുമായിരുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയവന്മാരുണ്ട്. ഇത് ഒളിച്ച് വിൽക്കും. എവിടെയൊക്കെയാണ് ഇത് വിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പോളിത്തീൻ കവറിൽ ചെറിയ ഓട്ടയിട്ടിട്ട് കടിച്ച് ഒരു മൂല പൊട്ടിച്ചിട്ട് ചപ്പി കുടിക്കുന്നതിനാലാണ് ഈ ചാരായത്തിന് ചപ്പി എന്ന ഓമനപ്പേര് വന്നതെന്നാണ് ഇന്ത്യ ടുഡേയുടെ എഡിറ്ററായിരുന്ന PK ശ്രീനിവാസൻ എന്നോട് പറയാറ്. അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ പറയുന്ന ചപ്പിയും PK ശ്രീനിവാസൻ പറയുന്ന ചപ്പിയും ഒന്നാണോ എന്ന് എനിക്കറിയില്ല. അഭിനയത്തിൽ തുടങ്ങി തിരക്കഥാകാരനായും സംവിധായകനായും സിനിമാ നിർമ്മാതാവായും വിതരണക്കാരനായും ഒക്കെ ഷീനിച്ചേട്ടൻ വളർന്നു. എ പി സത്യനെ പോലെയുള്ള പഴയ ചങ്ങാതിമാർ ഒന്നും ആകാതെ നശിച്ചുപോയി. എന്തോ ആവശ്യം പറഞ്ഞാകണം തിരുവനന്തപുരത്തുള്ള ശ്രീനിവാസനോട് സത്യൻ 5000 രൂപ ചോദിച്ചത്. മടക്കി കിട്ടില്ല എന്നറിയാമായിരുന്നിട്ടും പഴയ ഓർമ്മകൾ മറക്കാത്ത ഷീനിച്ചേട്ടൻ ചോദിച്ച പണം സത്യന് നൽകി പറഞ്ഞു വിട്ടു. ആ അഭിമുഖം തീരും വരേക്കും എൻ്റെ മനസ്സിൽ ശ്രീനിവാസനെയും എ പി സത്യനെയും ഇൻ്റർകട്ട് ചെയ്ത് കാണുകയായിരുന്നു ഞാൻ. എ പി സത്യം മാത്രമല്ല, ഇപ്പോൾ എന്നെ പറ്റിച്ച ഒരാളുണ്ട്, മുൻഷി വേണു എന്ന് പറഞ്ഞ്. ഇങ്ങനെ ഇരിക്കുന്ന മുൻഷി വേണു മരിച്ചുപോയി. മുൻഷി വേണു, നമ്മളെ നടൻ ജെയിംസ്, ഇതുപോലെ എന്താ പറയുക, നമ്മുടെ മലയാള സിനിമയുടെ മുഖ്യമുഖമാകാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ഒരുപാട് പേര് ഷീനിച്ചേട്ടൻ്റെ എന്താ പറയുക സന്തത സഹചാരികളായിരുന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ ഒരു മടിയില്ല. ഒരു ചെറിയ വേഷം കൊടുക്കൂ, അതിനൊരു 10000 രൂപ കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ചെയ്യിക്കാൻ ഷീനിച്ചേട്ടൻ എന്നും മനസ്സ് കാണിച്ചിരുന്നു. ജെയിംസിൻ്റെ ഒരു കഥ കൂടി വേണമെങ്കിൽ പറയാം ശ്രീനിവാസനുമായിട്ട് ബന്ധപ്പെട്ട. ആരോ ഒരു ബുദ്ധിമാൻ ശ്രീനിവാസനെ പറ്റിക്കാൻ നല്ല എളുപ്പമാണ്, അപാര ബുദ്ധിയുണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ഒരു ബുദ്ധിമാൻ ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്ന് 50000 രൂപ കടം വാങ്ങിച്ചു.
മടക്കി കൊടുക്കുന്നേ ഇല്ല. എപ്പോൾ കാണുമ്പോഴും ഒഴിവൊഴിവ് പറഞ്ഞ് പോവും, കൊടുക്കുന്നില്ല. ആ പണം 50,000 രൂപ മടക്കി വാങ്ങാൻ ഒരു ചട്ടമ്പിയെ ഷീനിച്ചേട്ടൻ ഏർപ്പാടാക്കി. ആരെ? ജെയിംസിനെ. വാങ്ങിത്തന്നാൽ, ജെയിംസിനെ നിങ്ങൾക്കറിയാമായിരിക്കും, മീശ മതമില്ല പുരുഷു, പട്ടാളം പുരുഷു. ആ പണം മടക്കി വാങ്ങിത്തന്നാൽ എനിക്കെന്ത് തരും എന്നായി ജെയിംസ്. പകുതി പണം ജെയിംസിന് തരാം എന്നായി ശ്രീനിവാസൻ. സമ്മതിച്ചു. 50,000 രൂപ വാങ്ങിച്ചാൽ 25,000 രൂപ എനിക്ക്, 25,000 രൂപ നിനക്ക്. സമ്മതിച്ചു. മാസങ്ങൾ കഴിഞ്ഞിട്ടും വിവരമൊന്നും അറിയാനില്ല ഈ 50,000-ൻ്റെ. ഒരു നാൾ ജെയിംസിനെ ഷീനിച്ചേട്ടൻ നേരി കണ്ടു. എന്തായി നമ്മുടെ ഡീല് എന്ന് ചോദിച്ചു. ഏത് ഡീല് എന്നായി ജെയിംസ്. അല്ല, 50,000 മടക്കി വാങ്ങുന്നതിന് താനല്ലേ ഏറ്റത്? ഞാനാ തന്നെ ഏറ്റത്, ഞാൻ ഏറ്റാൽ അത് വാങ്ങിയിരിക്കും എന്ന് പറഞ്ഞു. വാങ്ങിയോ? പകുതി കിട്ടി, ബാക്കി ഉടനെ കിട്ടും. പകുതി കിട്ടി, ബാക്കി ഉടനെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഷീനിച്ചേട്ടൻ പറഞ്ഞു മനസ്സിലായില്ല എന്ന് പറഞ്ഞു. എന്ത് മനസ്സിലാവാത്ത? 50,000-ൻ്റെ പകുതി എത്ര? 25,000. 25,000 കിട്ടി, ബാക്കി 25,000 ഉടനെ കിട്ടും. അപ്പോൾ ആകാശം എവിടെ? നമ്മൾ തമ്മിലുള്ള ധാരണ എന്താ എന്നായി ജെയിംസ്. 50 കിട്ടിയാൽ 50-50 എന്നല്ലേ? 25,000 കിട്ടി, അതെൻ്റെ വിഹിതമായി ഞാനെടുത്തു. ഇനി 25 കിട്ടുമ്പോൾ അങ്ങോട്ട് തരും. മിക്കവാറും ആ ബാക്കി 25 കിട്ടിക്കാണില്ല, അല്ലെങ്കിൽ ജെയിംസ് വാങ്ങിക്കാണും. ഷീനിച്ചേട്ടൻ്റെ 50 പോയി എന്നുള്ളതാണ് സത്യം. അയ്യോ, ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. ഷീനിച്ചേട്ടൻ പടം നിർമ്മിച്ചു, പടം വിതരണം ചെയ്തു. വിതരണ കമ്പനി ഉണ്ടാക്കിയപ്പോഴും നിർമ്മാണ കമ്പനി ഉണ്ടാക്കിയപ്പോഴും തൻ്റെ സുഹൃത്തുക്കളായ ആൾക്കാരെ കൂട്ടിയാണല്ലോ ചെയ്തത്. അവർ പടം കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ വാരിക്കൊണ്ട് അവർ പോയി. അവസാനം ഇൻകം ടാക്സ് പിടിച്ചു. എത്രയോ ലക്ഷം രൂപ ഫൈൻ അടയ്ക്കേണ്ടി വന്നു. അത് ഷീനിച്ചേട്ടൻ സ്വന്തം കാശ് അടയ്ക്കേണ്ടി വന്നു. അങ്ങനെ നിർമ്മാണവും വിതരണവും ഒക്കെ മതിയാക്കി. കിട്ടിയവർ കൂടെ വന്നവർ അടിച്ചോണ്ട് പോയി. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ എന്തുകൊണ്ട് ഓർക്കുന്നു എന്ന് ചോദിച്ചാൽ, 17 വർഷക്കാലമായിട്ട് ശ്രീനിവാസൻ്റെ സാരഥി പയ്യോളിക്കാരനായ PT ഉഷയുടെ നാടായ പയ്യോളിക്കാരനായ ഷിനോജാണ്. ഞാൻ ഷിനോജിനെ എനിക്ക് പരിചയം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഷിനോജിനെ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. സ്വയംവരപ്പന്തലിന് തിരക്കഥ എഴുതാനായിട്ട്, അപ്പോൾ മാനസികമായി വളരെ അകൽച്ചയുള്ള രണ്ടുപേരായിരുന്നു ശ്രീനിവാസനും ഹരികുമാറും. ഷീനിച്ചേട്ടൻ തുടക്കകാലത്ത് അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് നടക്കുന്ന കാലത്ത് ഹരികുമാറിനെ പല പടങ്ങളുടെയും വർക്ക് കിടക്കുന്ന അല്ലെങ്കിൽ ഷൂട്ട് നടക്കുന്ന തിരക്കഥ എഴുതുന്ന സ്ഥലങ്ങളിൽ ചെന്ന് കണ്ട് ഒരു വേഷം ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ വിഷമം ഷീനിച്ചേട്ടനുണ്ട്. ഷീനിച്ചേട്ടൻ പ്രശസ്തനാവുമെന്ന് ഒരിക്കലും ഹരികുമാർ സാറും കരുതി കാണില്ല. പ്രശസ്തനായപ്പോൾ ഒരു തിരക്കഥയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു, അദ്ദേഹം പിടികൊടുത്തില്ല. അവസാനം എങ്ങനെയോ വീഴ്ത്തി. അങ്ങനെ തിരക്കഥ എഴുതാൻ തിരുവനന്തപുരത്ത് വരികയാണ്. വഴുതക്കാട് സനാഡുവിൻ്റെ നേരെ എതിർവശത്തുള്ള, വിമൻസ് കോളേജിൻ്റെ നേരെ എതിർവശത്തുള്ള ദിവസം വാടകയ്ക്ക് കൊടുക്കുന്ന മുത്തൂറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് ഞങ്ങളെടുത്ത്, ഫുൾ ഫർണിഷ് ചെയ്ത ഒരു ഫ്ലാറ്റ്. അവിടെ ഒരു കുക്കിനെയൊക്കെ വെച്ച് ഒരുപാട് ആഹാര സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വെച്ചു, പാചകം ചെയ്യാനുള്ള, കോഴിയടക്കം. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഷീനിച്ചേട്ടൻ വന്നു. ആദ്യമായിട്ട് ഞാനും ഹരികുമാർ സാറും കൂടെ ശ്രീനിവാസനെ കാണാൻ ചെന്നു. വളരെ ഹാപ്പി. കുശിനിക്കാരൻ ചായയൊക്കെ കൊണ്ടുവന്ന് കുടിച്ചു, കുറേ കുശലമൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ ചോദിച്ചു എങ്ങനെ വന്നു? ഞാൻ എൻ്റെ കാറിൽ വന്നു. എന്നിട്ട് കാറെവിടെ? കാറും ഡ്രൈവറും വേറെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ആയിക്കോട്ടെ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിനിമാക്കാരൻ വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ വരുന്നതിനുള്ള സകല ചിലവും നിർമ്മാതാവിനെ കൊണ്ട് ചിലവഴിക്കുന്നതാണ് സിനിമാക്കാരുടെ ശീലം. പക്ഷേ ശ്രീനിവാസൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ കാറിൽ വരും. എന്നിട്ട് അദ്ദേഹം പൈസ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിക്കും. അദ്ദേഹം താമസിക്കുന്നവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സിനിമാക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകാൻ ആവശ്യമുണ്ടെങ്കിൽ സിനിമാക്കാരുടെ വണ്ടി ചോദിക്കുകയില്ല. ബാക്കി എല്ലാവരും സിനിമാക്കാരുടെ വണ്ടിയും കൊണ്ടല്ലേ പോണേ. ചിലർ രാവിലെ എടുത്തോണ്ട് രാത്രിയൊക്കെയാണ് കൊണ്ടുവരണേ. ഇതങ്ങനെയല്ല. ഷിനോജിനെ വിളിക്കും, അയാൾ കാറും കൊണ്ടുവരും. അതിൽ കയറി ഷീനിച്ചേട്ടൻ എവിടെ പോകണം അവിടെയൊക്കെ പോയിട്ട് വരും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ആഹാരം കഴിക്കാൻ പോകണമെങ്കിൽ അവിടെ പോകും. എല്ലാത്തിനും അത് ഉപയോഗിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് മടങ്ങുന്നതും ആ കാറിൽ തന്നെ. പക്ഷേ ഈ കാറിൻ്റെ ഡ്രൈവർക്ക് ബാറ്റയോ ഈ കാറിൻ്റെ ഡീസലോ ഒന്നും നിർമ്മാതാക്കളെ കൊണ്ട് അടുപ്പിക്കുകയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അപ്പം മുത്തൂറ്റിൻ്റെ ഫ്ലാറ്റിലിരുന്ന് ഒരു 7-8 ദിവസമൊക്കെ ചർച്ചയും ആഹാരം വയ്ക്കലും, പിന്നെ ഒരു ദിവസം കുക്കിനെ പറഞ്ഞു വിടുന്നു, പിന്നെ കുക്കിംഗ് ഷീനിച്ചേട്ട ഏറ്റെടുക്കുന്നു. നല്ല ഇറച്ചിയൊക്കെയാണെന്ന് ഹരികുമാർ സാർ സർട്ടിഫൈ ചെയ്യുന്നു. സ്ക്രിപ്റ്റ് എഴുത്ത് മാത്രം നടക്കുന്നില്ല. അങ്ങനെ 8-9 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു ഇവിടെ ഇരുന്നാൽ എഴുത്ത് നടക്കില്ല. കാരണം ഈ ജെയിംസ് അടക്കം ഇദ്ദേഹത്തിൻ്റെ എർത്തുകളെല്ലാം വരും, പിന്നെ എഴുത്ത് നടക്കില്ല. അങ്ങനെ ഷീനിച്ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു
ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് മുങ്ങും, മദ്രാസിലൊരു വീട് പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയിരുന്ന് എഴുതും. എങ്ങനെ പോകും? ഞാൻ എൻ്റെ കാറിൽ പോകും. ഈ ഷിനോജ് ഓടിക്കുന്ന കാറിൽ ഷീനി ചേട്ടനും ഷിനോജും കൂടി പെട്ടിയും കിടക്കിയൊക്കെ എടുത്തുകൊണ്ട് മദ്രാസിലേക്ക് പോയി. എന്നാൽ മദ്രാസിലേക്ക് പോകുമ്പോൾ ഡീസൽ അടിക്കാൻ ഒരു 10,000 രൂപ തരുമെന്നോ, ഞങ്ങൾക്ക് വഴിയിൽ ആഹാരം കഴിക്കാൻ ഒരു 5,000 രൂപ തരുമെന്നോ ഒന്നും ചോദിക്കില്ല. സ്വയംവരപ്പന്തൽ തീരുന്നത് വരെ മദ്രാസിൽ എഡിറ്റിങ്ങിനും ഡബിങ്ങിനും ഒക്കെ വന്നപ്പോഴായാലും ശരി, കരുനാഗപ്പള്ളിയിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോഴായാലും ശരി, തൃശ്ശൂർ വന്നപ്പോഴായാലും ശരി, എല്ലാം അദ്ദേഹത്തിൻ്റെ കാറ് ഷിനോജുമായിട്ട് അദ്ദേഹത്തിൻ്റെ പൈസയിൽ ഡീസൽ അടിച്ചാണ് വന്നിരുന്നത്. അപ്പോൾ 17 വർഷമായിട്ട് ഷിനോജാണ് ഷീനി ചേട്ടൻ്റെ ഡ്രൈവർ. ഇപ്പോൾ ഷീനി ചേട്ടൻ യാത്ര ചെയ്യുന്നത് ബെൻസ് കാറിലാണ്. അന്ന് ബെൻസ് അല്ല, സ്വയംവരപ്പന്തൽ ചെയ്യുമ്പോൾ വേറെ എന്തോ ഒരു കാറായിരുന്നു. ഇപ്പോൾ ബെൻസാണ്, നല്ല കറുത്ത ഒഴുകി വരുന്ന ഒരു ബെൻസ് കാറാണ്. എറണാകുളത്ത് കണ്ടനാട്ടാണല്ലോ താമസിക്കുന്നത്. പയ്യോളിയും പാട്യവും, പാട്യത്തുകാരനാണല്ലോ ഷീനി ചേട്ടൻ. പയ്യോളിയുമായിട്ട് എത്ര ദൂരം ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ 17 വർഷമായി തൻ്റെ കൂടെയുള്ള ഷിനോജിനെ നന്നായി പഠിച്ചിരിക്കും ഷീനി ചേട്ടൻ. ഷീനി ചേട്ടൻ ഒരാളെ പഠിക്കാൻ കുറച്ച് സമയം മതി ഇയാൾ എങ്ങനെയാണെന്ന് കണ്ടെത്താൻ. കൃത്യമായിരിക്കും അദ്ദേഹം പറയുന്ന വിശകലനം. അയാൾക്കൊരു വീട് ഉണ്ടാവണമെന്ന് എപ്പോഴോ ഷീനി ചേട്ടന് തോന്നിയിരിക്കാം. അക്കാര്യം പറയുമ്പോഴൊക്കെ ഷിനോജ് ഒഴിഞ്ഞു മാറും. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് വീട് എന്നായിരിക്കും ഷിനോജ് വിചാരിച്ചത്. ഷിനോജിൻ്റെ ശമ്പളം കൊണ്ട് ഒരു വീട് വയ്ക്കാനൊന്നും കഴിയില്ലെന്ന് അയാൾക്ക് അറിയാം. വാടക വീട് തന്നെയാണ് നമുക്ക് പറ്റിയതെന്ന് വിചാരിച്ചു കാണും. ഷിനോജിനൊരു വീട് വയ്ക്കണമെന്ന അച്ഛൻ്റെ ആഗ്രഹം നടപ്പിലാക്കണം എന്നായി മകൻ വിനീത്. കണ്ടനാട്ട് തന്നെ സ്ഥലം കണ്ടെത്തി. ഇക്കഴിഞ്ഞ 13-ാം തീയതി വിഷുവിൻ്റെ തലേ ദിവസം വീടിൻ്റെ പാലുകാച്ചൽ കർമ്മം നടത്തി. അവശതയിലാണെങ്കിൽ പോലും ഷീനി ചേട്ടൻ തന്നെ തൻ്റെ അനാരോഗ്യമൊക്കെ മാറ്റിവെച്ച് വിഷുകൈ നീട്ടമൊക്കെ നൽകി ഷിനോജിൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നു. വിമല ടീച്ചർ പാല് കാച്ചി. ധ്യാൻ ശ്രീനിവാസനും ഭാര്യയും കുട്ടിയും ഒക്കെ വന്നിരുന്നു. ഇന്നത്തെ കാലത്തുള്ള മക്കൾ പറയാൻ സാധ്യതയുള്ളത്, ഇങ്ങേർക്ക് വേറെ പണിയില്ലേ, ഷിനോജിന് വീട് വേണ്ട എന്ന് പറയുമ്പോൾ ഇങ്ങേരെന്തിനാണ് വെപ്രാളം കാണിക്കുന്നത് അമ്മ എന്നായിരിക്കും അമ്മയോട് ചോദിക്കുന്നത്. ആ പൈസയോടെ നമുക്ക് ഇരിക്കട്ടെ എന്നേ പറയൂ. പക്ഷേ ഇവിടെ ശ്രീനിവാസൻ്റെ മക്കൾ വ്യത്യസ്തരായി. അച്ഛൻ സമ്പാദിച്ച കാശ്, അച്ഛന് ഇഷ്ടമുള്ള ഒരാൾക്ക് കയറി കിടക്കാൻ ഒരു വീട് വയ്ക്കുന്നു, നമ്മൾ കൂടി പിന്തുണ നൽകണം എന്ന് സപ്പോർട്ട് ചെയ്ത 2 മക്കൾ. തീർച്ചയായും ഷീനി ചേട്ടൻ അഭിനന്ദനം അർഹിക്കുന്നു. ഒരു യൂട്യൂബർ, ആരും അറിയാതെ പോയനെ ഒരു യൂട്യൂബർ ഈ വാർത്ത പുറത്തു വിട്ടില്ലായിരുന്നെങ്കിൽ ഈ കാര്യം ആരും അറിയില്ലായിരുന്നു. ഈ വാർത്ത വന്നതിൻ്റെ താഴത്തെ കമൻറ്റുകളാണ് അതിനേക്കാൾ രസം. ഇവിടെ മോഹൻലാൽ ഡ്രൈവറെ മുതലാളിയാക്കിയിരിക്കുന്നു, പിന്നെ ഒരു വീട്. ശ്രീനിവാസൻ വെച്ചെടുത്ത ഒരു ഉണക്ക വീടല്ലേ. ഇവിടെ കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി ഉണ്ടാക്കിയ ഒരു ഡ്രൈവറെ മുതലാളിയാക്കിയ ആളാണ് മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ താഴെ ആരൊക്കെ കമൻ്റ് ഇട്ടിരിക്കുന്നു. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടാണല്ലോ മലയാളിയുടെ. അർഹതപ്പെട്ട ഒരാൾക്ക് കയറി കിടക്കാൻ ഒരു വീട് പണിത് കൊടുക്കാൻ കാണിച്ച ആ മനസ്സിന് നല്ലൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ ഷീനി ചേട്ടനെ 2 എപ്പിസോഡ് മുമ്പ് എന്തേ പറഞ്ഞുള്ളൂ, അദ്ദേഹം ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നതിൻ്റെ അവശതയെക്കുറിച്ച്. ഷീനി ചേട്ടനൊക്കെ ഒരുപാട് കാലം മലയാള സിനിമയിൽ എന്താ പറയുക, ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടാതെ ജീവിക്കണമായിരുന്നു. അസുഖബാധിതനായി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. എന്നാലും ആ വലിയ മനസ്സ്, നിറഞ്ഞു തുളുമ്പിയൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ജെയിംസ് 50,000 രൂപ കടം കൊടുത്തത് 25,000 നീ വാങ്ങിച്ചോ, 25,000 എനിക്ക് താങ്ങെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസ് ആദ്യം കിട്ടി 25,000 ജെയിംസ് എടുത്തിട്ട് ബാക്കി കിട്ടട്ടെ തരാം എന്ന് പറഞ്ഞത് കേൾക്കണമെങ്കിൽ ഒരു ശ്രീനിവാസനെ പോലെ നന്മ നിറഞ്ഞവൻ ശ്രീനിവാസനാണെങ്കിലേ നടക്കൂ. അനാരോഗ്യവാനാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഷീനി ചേട്ടൻ ഒരുപാട് കാലം നമ്മളോടൊപ്പം ഇനിയും ഇതുപോലെ ജീവിക്കാനും, ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാണ് ഇപ്പോഴും കമൻറ്റുകൾ പറയുന്നത്. അടുത്തിരുന്ന് നമ്മൾ ശ്രദ്ധിച്ചാലേ അതിൻ്റെ അർത്ഥം പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ എങ്കിൽ പോലും ഇപ്പോഴും നർമ്മത്തിനൊരു കുറവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു കൊടുത്ത് ഒരു സ്ക്രിപ്റ്റ് എഴുതാമെങ്കിൽ ഇനിയും സൂപ്പർ ഹിറ്റായ സിനിമകൾ സത്യേട്ടന് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഷീനി ചേട്ടൻ മടിയനാണ്, അതാണ് പ്രശ്നം. ഷീനി ചേട്ടൻ പറഞ്ഞു കൊടുത്ത് ആരെങ്കിലും കൊണ്ട് എഴുതിച്ചാൽ മതി. മനോഹരമായ സിനിമ ഇനിയും സത്യനന്ദിക്കാടിന് സംവിധാനം ചെയ്യാൻ കഴിയും. സത്യേട്ടൻ അതിന് ശ്രമിക്കട്ടെ. എന്തായാലും ഷിനോജിനൊരു വീട് വെച്ച് കൊടുത്തതുകൊണ്ട് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കഥകളടക്കം നിറഞ്ഞു തുളുമ്പിയ മനസ്സുള്ള, പൈസയാണ് ജീവിതത്തിൽ എല്ലാം എന്ന് ചിന്തിക്കാത്ത ഒരു സെറ്റിലും ശ്രീനിവാസൻ പൈസയ്ക്ക് വേണ്ടി പിണങ്ങി പോയിട്ടില്ല. ഒരു തിരക്കഥ എഴുതുമ്പോഴോ, ഇപ്പം ഞാൻ കേട്ടെ ചിന്താവിഷ്ടയ ശ്യാമള കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പടവും ഡയറക്റ്റ് ചെയ്തില്ല. ഒരു വടക്ക് നോക്കി യന്ത്രവും ഒരു ചിന്താവിഷ്ടയ ശ്യാമള. എനിക്കറിയാം വടക്ക് നോക്കി യന്ത്രം റിലീസ് ചെയ്ത് വലിയ വിജയമായ ശേഷം എത്ര നിർമ്മാതാക്കളെന്നറിയോ അദ്ദേഹത്തിൻ്റെ പുറകെ അഡ്വാൻസും കൊണ്ട് കിടന്നത്. എനിക്കൊരു പടം ഡയറക്റ്റ് ചെയ്തില്ല, അതിന് എൻ്റെ സബ്ജക്റ്റ് ഇല്ല, എനിക്ക് ചെയ്യാവുന്നൊരു സബ്ജക്റ്റ് വരട്ടെ എന്ന് പറഞ്ഞ് എല്ലാം ഉഴപ്പിക്കളഞ്ഞ ആളാണ്. കാരണം
അദ്ദേഹത്തിന് പൈസ അല്ല മുഖ്യം. ആ വലിയ മനസ്സിന് എൻ്റെ പ്രിയപ്പെട്ട ഷിനിച്ചേട്ടന് ആയുസ്സും ആരോഗ്യവും ഒരുപാട് കാലം ഇനിയും ഉണ്ടായി നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ. ഷിനോജിന് വീട് വെച്ച് കൊടുക്കാൻ തോന്നിയ ആ വലിയ മനസ്സിന് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.